സുഖാണ്. പല വീഴ്ചകളും നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കും, പല തെറ്റുകളും സംഭവിക്കും. ആ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സുന്ദരമാവുന്നത്, മനോഹരമാവുന്നത്. പറ്റിയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ടല്ലേ. എന്നാൽ ഇന്ന് നമുക്ക് പറ്റിയ തെറ്റുകൾ കൃതജ്ഞത കൊണ്ട് എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം എന്നാണ് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളുണ്ട്, പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതൊന്ന് ചികഞ്ഞെടുത്താലോ? അതാണ് ഈ 26ാമത്തെ ദിവസം നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോഴും എഴുതുമ്പോഴും ഒരു കുട്ടി നിരവധി തെറ്റുകൾ വരുത്തുന്നു. എന്നാൽ നമ്മൾ അത് കാര്യമാക്കാറില്ല. കാരണം നമുക്കറിയാം അവരുടെ തെറ്റുകളിലൂടെ അവരത് പഠിക്കുമെന്നും കാലക്രമേണ അവർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ മിടുക്കരാകുമെന്നും. അങ്ങനെയാണെങ്കിൽ മുതിർന്നവർ എന്തിനാണ് തങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഇത്രമാത്രം ആകുല ചിത്തരാകുന്നത്? കുട്ടികളിൽ നാം പ്രയോഗിക്കുന്ന അതേ നിയമം നമുക്കും ബാധകമാണ്. നമ്മൾ എല്ലാവരും തെറ്റു ചെയ്യാറുണ്ട്. തെറ്റു ചെയ്യുന്നില്ലെങ്കിൽ നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ മിടുക്കരായോ ബുദ്ധിയുള്ളവരായോ വളരുകയില്ല. നമ്മുടേതായ തിരഞ്ഞെടുപ്പുകൾക്ക് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനർത്ഥം തെറ്റുകൾ വരുത്താനും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ്. തെറ്റുകൾ വേദനിപ്പിക്കും. എന്നാൽ നമ്മൾ വരുത്തിയ തെറ്റുകളിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ലെങ്കിൽ ആ വേദനയിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ ആകർഷണ നിയമപ്രകാരം ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയും അതിന്റെ അനന്തരഫലങ്ങൾ നമ്മളെ അത്രയേറെ വേദനിപ്പിച്ച് ഒടുവിൽ നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നതുവരെ ഇത് തുടരും. ഇതാണ് തെറ്റുകൾ നമ്മളെ വേദനിപ്പിക്കുന്നതിന് കാരണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. നമുക്ക് പറ്റിയ, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പറ്റിയ തെറ്റുകൾ. എന്താണ് നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ്? അത് നിങ്ങൾ ഇന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ലൈഫിൽ ഒന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ട്രാഫിക് നിയമം തെറ്റിച്ചിട്ടുണ്ടാവാം, പോലീസുകാരൻ നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ആ സന്ദർഭങ്ങളിൽ അപ്പം നമ്മൾ പഴിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മളെ സമയം ലേറ്റായി, നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോയി എന്നൊക്കെ അല്ലേ. പക്ഷെ നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവാതിരിക്കാനുള്ള ഒരു മുൻകരുതലല്ലേ അത്. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നിട്ടാണെങ്കിൽ നിങ്ങളെ ജീവനുള്ള അത്രയും വിലയുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീടുകളിൽ കാത്തിരിക്കുന്നില്ലേ? ഒരു 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയാലും നമ്മൾ അവിടെ എത്തിച്ചേരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിന്, ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായല്ലോ, ആ ഒരു ബോധ്യത്തിന് നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്ത് തെറ്റാണോ നിങ്ങൾ വരുത്തിയത് അതിൽ നിന്ന് 10 പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തി കൃതജ്ഞത രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉള്ളിൽ വേദനിപ്പിച്ച എന്തെങ്കിലും തെറ്റുകളാണെങ്കിൽ അത് പാടെ മായ്ച്ച് മനസ്സ് നിർമ്മലമാവാനും ഇത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും പാകപ്പിഴ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും നമ്മൾ ആ ഒരു തെറ്റിനെ പോസിറ്റീവായിട്ട് കണ്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാനും അതിന് കൃതജ്ഞത രേഖപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നത് നിരവധി ഗുണങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരു തെറ്റിൽ നിന്ന് പഠിക്കുന്നത്? കൃതജ്ഞത പറയാൻ. എന്തെങ്കിലും ഒന്ന് മോശമായി സംഭവിച്ചാലും കാര്യമാക്കേണ്ടതില്ല. എല്ലായ്പ്പോഴും കൃതജ്ഞത അർപ്പിക്കാനുള്ള കാര്യങ്ങൾ നിരവധി ഉണ്ടാകും. ഒരു തെറ്റിൽ നിങ്ങൾ നോക്കിയാൽ കൃതജ്ഞത അർപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഒരു തെറ്റിനെ അനുഗ്രഹങ്ങളാക്കി നിങ്ങൾക്ക് മാന്ത്രിക പരിവർത്തനം നടത്താനാവും. കൂടുതൽ തെറ്റുകളെ ആകർഷിക്കും, അനുഗ്രഹങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങളെയും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അനുഗ്രഹങ്ങളാണ് വേണ്ടത്, ഇത്തരം തെറ്റുകളല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ തെറ്റിൽ നിന്ന് നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ കുറേ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. അതിന് നന്ദി പറയാ എന്നുള്ളതാണ് ഇന്നത്തെ ഈ 26ാമത്തെ ദിവസം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കുക. അതൊരു വലിയ തെറ്റാവാം, ചിലപ്പോൾ അതൊരു ചെറിയ തെറ്റാവാം അല്ലെ. നമ്മൾ ചിലപ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ടാവാം. ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പറയുന്നത് ആർക്കും മനസ്സിലായില്ലല്ലോ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. പക്ഷെ
ആ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. അതെന്താണെന്ന് ആ അനുഭവത്തിലൂടെ കടന്നുപോയ നിങ്ങൾക്കേ അറിയൂ. ആ ഒരു അനുഭവങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തും. നിങ്ങളുടെ മനസ്സിൽ ഒരു മാലിന്യവും ഒരു ഭാരവും നമ്മൾ ഇനി കൊണ്ടു നടക്കാൻ പാടില്ല. അത് നമ്മളെ രോഗിയാക്കി മാറ്റും, നമ്മുടെ ആരോഗ്യം കാർന്നെടുക്കും. അതിനി അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ലൈഫിൽ പറ്റിയ ഒരു തെറ്റിനെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് 10 പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തി അതിന് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 10 അനുഗ്രഹങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളത് നമ്മൾ എഴുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു തെറ്റ് തിരഞ്ഞെടുക്കുന്നു. ആ തെറ്റിന്റെ ഫലമായി വന്ന് നിങ്ങളുടെ ലൈഫിലുണ്ടാക്കിയ ചേഞ്ചിന് അല്ലെങ്കിൽ 10 തിരിച്ചറിവുകൾക്ക് 10 അനുഗ്രഹങ്ങൾ കണ്ടെത്തി അതിന് നന്ദി രേഖപ്പെടുത്തുക. അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ എന്താണ് ഈ തെറ്റിൽ നിന്ന് ഉൾക്കൊണ്ടത്, അല്ലെ ഈ തെറ്റിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? അപ്പോ ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് ഇന്നത്തെ 3 അനുഗ്രഹത്തിന് നന്ദി പറയാനും മടിക്കണ്ട. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ 1-ാമത്തെ ദിവസം മാന്ത്രികം 1-ാമത്തെ ദിവസം തൊട്ട് കാണുക. ഈ 2 ദിവസം കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ സത്യമായും കൃത്യമായും ഇത് പരിശീലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. ദയവായിട്ട് എനിക്കത് കമന്റ് ചെയ്യുക. ലവ് യു ഓൾ.